പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് ബുധനാഴ്ച ഔസേപിതാവിൻ്റെ ദിനം. അനേകം മക്കൾ നൊവേനയ്ക്ക്, പ്രത്യേകിച്ച് നൊവേനയ്ക്കും മധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നീതിമാനായ വിശുദ്ധ ഔസേപിതാവിൻ്റെ. സ്നേഹമുള്ളവരെ, ഒരു ഏറ്റവും വലിയ വിധേയത്വവും, എല്ലാ വിശുദ്ധന്മാരും അങ്ങനെ തന്നെയാണ്, ഏറ്റവും വലിയ വിധേയത്വവും അനുസരണയും എളിമയും പകർന്നു തന്ന ഒരു കുടുംബത്തെ എങ്ങനെ നയിക്കണം എന്ന് കാണിച്ചു തന്ന നല്ലൊരു കുടുംബനാഥൻ, ഈശോടപ്പൻ, വളർത്തപ്പൻ. സ്നേഹമുള്ളവർ, നമ്മുടെ നിയോഗങ്ങൾ, ഈ 41 ദിവസത്തെ നിയോഗ പ്രാർത്ഥന ബഥേൽ മാതാവിൻ്റെ മധ്യസ്ഥം വഴിയും നീതിമാനായ ഔസേപിതാവിൻ്റെ മധ്യസ്ഥം വഴി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രത്യേക നിയോഗം, ഒരു 2 നിയോഗം ഇതിനകത്തേക്ക് സമർപ്പിക്കുക. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ടെങ്കിലും പ്രാർത്ഥിക്കുക, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക, വളരെ ആത്മാർത്ഥതയോടെ തന്നെ ഇത് കേൾക്കുക. സാധിക്കുമെങ്കിൽ കുറച്ച് നേരം ഇത് കഴിയുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭാവിയായി എനിക്കും, എൻ്റെ പേര് ജോസ് തോമസ് എന്നാണ്, എനിക്കും നമ്മുടെ ധ്യാന കേന്ദ്രത്തിനും ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ഗ്രോട്ടോടെ വർക്ക് തീരാനും, നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ ധ്യാനത്തിന് ഗ്രോട്ടോടെ വർക്കൊന്നും തീർന്നിട്ടൊന്നുമില്ല, പക്ഷെ ഒരുപാട് വർക്കായി. അതിലൂടെ പോകുമ്പോൾ ആളുകൾ പറയും അവിടെ നല്ല മുല്ലപ്പൂവിൻ്റെ പണമെന്ന്. അങ്ങനെയെങ്കിൽ ആ മാതാവിൻ്റെ ഗ്രോട്ടോടെ വന്നു കഴിയുമ്പോൾ എന്താവും? അത് വരാൻ കാരണങ്ങളുണ്ട്. കാരണം അച്ഛൻ തറക്കല്ലിട്ടപ്പോഴും അത് കഴിഞ്ഞപ്പോഴും കർത്താവിൻ്റെ തിരുരക്തോടെ തളിച്ച് അച്ഛൻ വെച്ചിരിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുരക്താഭിഷേകം ഉണ്ടാകുവാനും, അതോടൊപ്പം തന്നെ ആ മക്കൾ അവിടെ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് തീരാൻ. അപ്പം ബ്ലെസ്സിങ് അവിടെ നിലവിൽ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു, അവിടെ നിന്ന് അനുഗ്രഹം കിട്ടുന്നു. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ ഇപ്പം ഈ വ്യാഴാഴ്ച, മറ്റന്നാൾ വൺ ഡേ ധ്യാനമുണ്ട്, വരുന്ന എല്ലാവർക്കും കൗൺസിലിംഗ് ആണ്. അങ്ങനെ അന്ന് അറ്റൻഡ് ചെയ്ത് വേണമെങ്കിൽ പോവാം. അല്ലെങ്കിൽ 30-ാം തീയതി വൺ ഡേ ധ്യാനമുണ്ട്, താമസിച്ചുള്ള ധ്യാനം. അടുത്ത ഏപ്രിൽ 13 പറഞ്ഞപ്പോൾ കഴിഞ്ഞു. ഏപ്രിൽ 13 ഓശാന ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തുടങ്ങും. അതിന് മുമ്പായിട്ട് വരിക. അത് പിതാനുഭവ ധ്യാനമാണ്. അത് വേറൊരു റേഞ്ചായിരിക്കും കേട്ടോ, വേറൊരു സ്പെഷ്യലാണ്, വേറെ ലെവലിലേക്ക് വരും. ഹല്ലേലൂയ. അതാണ് പതിവ്. പ്രത്യേകിച്ച് അത് പ്ലസ് ബ്ലെസ്സിങ് ഉണ്ട്. അത് അങ്ങനെയാണ് നൊയമ്പിലെ ധ്യാനങ്ങൾക്ക്. പ്രത്യേകിച്ച് എല്ലാ ധ്യാനത്തിനും ഉണ്ട്, കുഴപ്പമില്ല. ഹല്ലേലൂയ. ദൈവാനുഗ്രഹിക്കട്ടെ. അത് ഓശാന ഞായറാഴ്ച തുടങ്ങിയിട്ട് എല്ലാ പരിപാടികളും അവിടെ തന്നെയുണ്ട്. കുരുത്തോലവും ചെരുപ്പും എല്ലാം ഓശാന ഞായറാഴ്ചയുണ്ട്. കുർബാനയോടുകൂടി തുടങ്ങുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം തീരും. ഉച്ച കഴിഞ്ഞ് ഒരു 4-5 മണിയാകുമ്പോൾ തീരും. അവിടെ നിൽക്കേണ്ടവർക്ക് അവിടെ നിൽക്കാം. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് തന്നെ കുർബാനയും കഴിഞ്ഞ് പോകാം, അല്ലെങ്കിൽ അന്ന് തന്നെ പോകാം. ആ രീതിയിലേക്കാണ് ധ്യാനം ഈശോ നയിക്കുന്നത്. ഓക്കെ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ അങ്ങ് ദാനമായി തന്ന അങ്ങയുടെ ധ്യാനകേന്ദ്രത്തെ അങ്ങ് നയിക്കുന്നതിനോർത്ത്, ഞങ്ങളെ അവിടെ ഒരു തോട്ടത്തിലെ വേലക്കാരെ പോലെ നിർത്തിയതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയേ. നീതിമാനായ വിശുദ്ധ ഔസേപിതാവിൻ്റെ മധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും അങ്ങ് ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ബഥേൽ മാതാവേ, ഇവരുടെ ആ 2 നിയോഗങ്ങൾ ഒന്ന് സഹായിച്ചു കൊടുക്കണമേ. എത്ര മക്കൾക്കാണ് കർത്താവേ സാധിച്ചു കിട്ടുന്നത് എന്നോട് വിളിച്ച് പറഞ്ഞാൽ മാത്രം പോരാ കർത്താവ്. അവരൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു സാക്ഷിയായിട്ട് വോയിസിങ്ങിലായിട്ട് ചെയ്യുവാൻ കർത്താവെ അവർക്ക് പ്രേരണ കൊടുക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. സ്തുതിച്ച മക്കളെ ഹല്ലേലൂയ. കർത്താവെ, കടഭാരമുള്ള സകല മക്കളുടെ കടഭാരം അവർക്ക് മാനസാന്തരം കൊടുക്കണമേ. കടബാധ്യത മാറ്റണമേ കർത്താവെ. അവരെല്ലാ ദിവസവും ബൈബിള് വായിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവെ. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ധ്യാനം കൂടി പോയ അവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് എന്താണ് കുറവുകൾ?
കർത്താവെ അവരുടെ യൂട്രസ് വിശദീകരിച്ച മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്ത് കുറവുകളാണ് അവർക്കുള്ളത് അതെല്ലാം മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയെ വീടില്ലാതെ വേദനിക്കുന്നവർ, കർത്താവെ കൃഷി പരാജയമുള്ള മക്കൾ, അവിടെയെല്ലാം കടൽ തൊഴിലാളികളായ അവരുടെ തൊഴിൽ പരാജയങ്ങൾ, കടലിലൊന്നുമില്ല കർത്താവെ, അവരുടെ കടലിൽ ധാരാളം മീൻ അവരുടെ ദേശത്തേക്ക് വരട്ടെ, അവർ പോണോടത്ത് വരട്ടെ. വീട് കൊടുത്ത് അനുഗ്രഹിക്കണമേ, കൃഷി അനുഗ്രഹിക്കണമേ, തൊഴിൽ പരാജയമുള്ള മക്കൾക്ക് തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവെ സമാധാനമില്ലാത്ത ഒട്ടേറെ വീടുകളുണ്ടല്ലോ കർത്താവെ, അപ്പനും അമ്മയും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ. കർത്താവെ ഈ ബന്ധനങ്ങളെല്ലാം അങ്ങെടുത്ത് മാറ്റണേ കർത്താവെ, സമാധാനം കൊടുക്കണമേ, സന്തോഷം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ബഥേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, ഒട്ടേറെ മക്കളുണ്ട്, ഒട്ടേറെ നല്ല മാതാപിതാക്കളുണ്ട്. ഈ ടീമിന് വേണ്ടി, ഭാവിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ ടീം അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. എൻ്റെ ഈശോയെ, ബഥേൽ മാതാവിൻ്റെ ടീമിലെ ധ്യാന കേന്ദ്രത്തിന് ഈശോയെ, എന്തോരം നല്ല പ്രേക്ഷിതരെ, എന്തോരം നല്ല വൈദികരെ കർത്താവെ, ഈ ടീമിലുള്ള 6 വൈദികരെയും കർത്താവെ, ടീമിലുള്ള എല്ലാ പ്രേക്ഷിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മ, എല്ലാം നല്ലത് കർത്താവെ, അങ്ങയുടെ സമാധാനമുള്ള ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണല്ലോ, അങ്ങ് ഏറ്റെടുത്ത് നയിക്കുന്നത് കൊണ്ടാണല്ലോ കർത്താവെ ഇത്രമാത്രം അത്ഭുതങ്ങൾ. അവർ പറയുന്നത് എന്താ, ഇതുപോലെ ലോകത്തെ എങ്ങും കിട്ടുന്നില്ല. ഇപ്പം ഈ കഴിഞ്ഞ ധ്യാനത്തിലൂടെ അങ്ങ് കേട്ടതാണുള്ള സാക്ഷ്യം, അങ്ങ് കേട്ടതാണുള്ള സാക്ഷ്യം. ആദ്യമായിട്ട് ഇത്രമാത്രം മഹാ അത്ഭുതങ്ങൾ, അടയാളങ്ങളും കിട്ടുന്നത്, ദർശന വരങ്ങൾ കിട്ടുന്നത്. ദൈവമേ കർത്താവെ, അനുഗ്രഹിക്കണേ കർത്താവെ. അങ്ങ് പറഞ്ഞിട്ട് നടത്തിയ ശുശ്രൂഷയിൽ കർത്താവെ 98% മക്കൾക്ക് ദർശനവരം കൊടുത്തതാണ് അങ്ങ്. അത് അങ്ങേക്ക് മാത്രമേ അങ്ങനെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ കിട്ടിയ മക്കൾ എത്ര നന്ദിയോടെ അങ്ങേ ആരാധിച്ചു. കർത്താവെ അനുഗ്രഹിക്കണം സകല വിസ്തരെ. നീതിമാനേ പ്രാർത്ഥിക്കണേ, നീതിമാനായ ഔസപിതാവെ പ്രാർത്ഥിക്കണമേ. മാർച്ച് 19 വരുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ. അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, സ്നേഹമുള്ളവരെ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. മാർച്ച് 19 എനിക്ക് പള്ളി പോകാൻ പറ്റാതെ പനി പിടിച്ച് കിടക്കണമായിരുന്നു. ആ വിഷമം കൊണ്ട് നീതിമാനെയെന്നും ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ നീതിമാനായ ഔസേപ്പിതാവ് എനിക്ക് വരികൾ തന്നു. നീതിമാനം ഔസേപ്പേ, നീതി മാത്രം നടത്തണമേ, ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിനെ പോലെ ഞങ്ങളെയും നീ വളർത്തിയെടുക്കണമേ ഔസേപ്പിതാവേ. പ്രാർത്ഥന കേട്ട ദൈവമേ, മധ്യസ്ഥം യാചിച്ച വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ തിരുത്തിമേലുമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷമേ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.